സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മുത്ത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സഞ്ജുവിൻ്റെ കരിയറിൽ ഇത്രത്തോളം സഞ്ജു നാണം കെട്ട ഒരു പരമ്പര മറ്റൊന്നുണ്ടായിട്ടില്ല. T20 ലോകകപ്പിനുള്ള ഒരുക്കമെന്ന നിലയിൽ എല്ലാ താരങ്ങൾക്കും ഏറെ നിർണായകമായിരുന്നു ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര. എന്നാൽ ആ പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ നമ്മുടെ സഞ്ജു സാംസണ് സാധിക്കാതെ പോയി. അങ്ങനെ ഏക താരമാണ് സഞ്ജു സാംസൺ. മറ്റെല്ലാവരും എന്തെങ്കിലും ഈ ഒരു പരമ്പരയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. തിരുവനന്തപുരത്തെ മാച്ചിൽ പോലും, സ്വന്തം നാട്ടിലെ മാച്ചിൽ പോലും സഞ്ജു കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, വളരെ നാണം കെടുന്ന പോലുള്ള ഒരു പ്രവർത്തനവും അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഏറെ മുറവിളികൾക്കൊടുവിലാണ് T20യിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു തിരിച്ചെത്തുന്നത്. അറിയാമല്ലോ, ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കിയാണ് സഞ്ജുവിന് അവസരം നൽകിയത് പോലും. എത്ര വലിയൊരു അവസരമാണ് എന്നോർക്കണം. എന്നാൽ പരമ്പര അവസാനിക്കുമ്പോൾ സഞ്ജുവിന്റെ ക്രിക്കറ്റ് ഭാവി തന്നെ തുലാസിലായിരിക്കുകയാണ്. ലോകകപ്പിനുള്ള ടീമിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ സ്ഥാനം കണ്ടെത്തുമോ എന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു സന്നാഹ മത്സരം കൂടി ഇന്ത്യക്കുണ്ട്. അതിൽ തിളങ്ങാൻ സാധിച്ചാൽ ലോകകപ്പ് പ്ലേയിങ് 11-ൽ സഞ്ജുവിന് ഒരു വിദൂര സാധ്യതയെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനമായിരുന്നു സഞ്ജുവിനെ ഇതുവരെ ടീമിൽ ഉറപ്പിച്ച് നിർത്തിയിരുന്നത്. ബാറ്റിങ്ങിലൊന്നും തിളങ്ങിയില്ലെങ്കിലും വിക്കറ്റിന് പിന്നിൽ സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. അത് സഞ്ജു എപ്പോഴും വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ നിരാശപ്പെടുത്താറില്ല. എന്നാൽ കാര്യവട്ടത്ത് നടന്ന അവസാന T20യിൽ കീപ്പർ ഗ്ലൗസും സഞ്ജു സാംസണ് നഷ്ടമായി. ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്നാണ് അതെന്ന് പറയാം. അതായത്, മത്സരത്തിൽ ഇഷാൻ കിഷനാണ് സഞ്ജുവിന് പകരം വിക്കറ്റ് കാത്തത്. അവസാന നിമിഷമാണ് സഞ്ജുവിനെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്നോർക്കണം. പ്ലേയിങ് 11 അടക്കം വിക്കറ്റ് കീപ്പറായി സഞ്ജുവിൻ്റെ പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബാറ്റിങ്ങിൽ ഉജ്ജ്വല സെഞ്ചുറി നേടിയ ഇഷാനെ വിക്കറ്റ് കീപ്പറാക്കാൻ കോച്ച് ഗൗതം ഗംഭീർ പിന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. സഞ്ജു സാംസൺ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി ഗ്രൗണ്ടിലെത്തിയെങ്കിലും സഞ്ജുവിനെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു അപമാനകരമായ സാഹചര്യം. ഇനി ഇഷാൻ കിഷൻ മതി എന്ന മട്ടിൽ ക്യാപ്റ്റനും കോച്ചും നിന്നപ്പോൾ അവിടെ അവഹേളിക്കപ്പെട്ടതും പരിഹാസ്യനായതും നമ്മുടെ മലയാളി സഞ്ജു സാംസണാണ്. അതും മലയാളികളുടെ മുന്നിൽ സഞ്ജു സാംസണിൻ്റെ ജില്ലയിൽ, തിരുവനന്തപുരത്ത്. അങ്ങനെ ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒരു നോവായി വൈറലാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ വിഷാദ BGMകളും ഗാനങ്ങളും എല്ലാം ചേർത്ത് ആ വീഡിയോ ഇപ്പോൾ പരക്കുകയാണ്. ഇന്ത്യ ഫീൽഡിങ്ങിന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് സഞ്ജുവിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കീപ്പിങ്ങിനുള്ള ഹെൽമറ്റും ഗ്ലൗസും എൽഗാർഡും അടക്കമുള്ളവയുമായി സഞ്ജു തയ്യാറായി നിൽക്കുന്നതിൻ്റെയും പിന്നീട് കീപ്പ് ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞതോടെ ഇവ ഡഗ്ഔട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസിലൻഡ് ഇന്നിങ്സിൽ 3rd മാനിലാണ് സഞ്ജു ഫീൽഡ് ചെയ്തത്. ബൗണ്ടറി ലൈനിന് സമീപം സ്വന്തം കാണികൾക്ക് മുന്നിൽ പലപ്പോഴും തല കുനിച്ച് നിരാശനായി നിൽക്കുന്ന സഞ്ജുവിൻ്റെ ദൃശ്യങ്ങൾ TV സ്ക്രീനിലും പലകുറി തെളിഞ്ഞു വന്നു. ശരിക്കും മലയാളികളുടെ മനസ്സിൽ വളരെ വിങ്ങലുണ്ടാക്കിയെങ്കിലും സഞ്ജു സാംസൺ കൃത്യമായി ഫോം ആവാത്തത് ചിലരിൽ അരിശവും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രത്തോളം അവസരങ്ങൾ കിട്ടിയിട്ടും സഞ്ജു എന്തുകൊണ്ടാണ് ഇപ്പോഴും ഫോം ആവാത്തത് എന്നതൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഓരോ സമയമാണ്, ആ സമയത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. ചിലപ്പോൾ നല്ല സമയം, ചിലപ്പോൾ മോശം സമയം. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സമയമായിട്ട് ഇതിനെ കാണാം. ആ മോശം സമയം മാറി, മോശം നേരം മാറി ഒരു നല്ല നേരത്തിലേക്ക്, നല്ല സമയത്തിലേക്ക് സഞ്ജുവിൻ്റെ കരിയറും എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നിരുന്നാലും സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം, സഞ്ജു സാംസണിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപമാനകരമായ നിമിഷമാണ് കാര്യവട്ടത്ത് സംഭവിച്ചത്. അതും സ്വന്തം കാണികൾക്ക് മുന്നിൽ തന്നെ
ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സഞ്ജു എത്രത്തോളം നിരാശനായിരിക്കും. സഞ്ജു വിക്കറ്റ് കീപ്പർ ആവാൻ വേണ്ടി പോയിട്ട് അതാവാൻ പറ്റാതെ പറഞ്ഞയക്കുമ്പോൾ അവിടെ ഡഗൌട്ടിലുള്ളവർ സഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് പോലും ഫീലായി. അപ്പോൾ നമ്മൾ മലയാളികളുടെ സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകരുടെ കാര്യം പറയണോ? സഞ്ജു സാംസൺ ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് ഒരു കിഡിലൻ കംബാക്ക് IPL-ലായാലും കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വേൾഡ് കപ്പിൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും സഞ്ജു കളിക്കുന്ന കളികളെല്ലാം ഒരു മിന്നുന്ന ഫോം, ഇഷാൻ കിഷൻ കളിച്ചത് കണ്ടില്ലേ, അതുപോലെ മിന്നുന്ന ഫോം കാഴ്ചവെച്ചാൽ സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ കിട്ടും എന്നാണ് പ്രതീക്ഷകൾ. എന്നിരുന്നാലും സഞ്ജു സാംസണിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും സഞ്ജു സാംസണിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മലയാളി സഞ്ജു സാംസൺ നമ്മുടെ അഭിമാനം തന്നെയാണ്. സഞ്ജു സാംസണിന് നല്ലത് മാത്രം സംഭവിക്കട്ടെ.